തിരുവനന്തപുരം നാപ്പിയർ മ്യൂസിയം 1857 തിരുവിതാംകൂർ മഹാരാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് മ്യൂസിയത്തിൻ്റെ തുടക്കം. 1873 പഴയ ബിൽഡിങ്ങിൻ്റെ സ്ഥലപരിമിതി കാരണം ആയില്യം തിരുനാൾ രാജാവ് പുതിയ ബിൽഡിംഗ് പണിയാൻ തീരുമാനിച്ചു. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു പുരാവസ്തു മ്യൂസിയമാണ് ഇത്. 1873 പുതിയ മ്യൂസിയം ബിൽഡിങ്ങിനായി പണി തുടങ്ങി. ബ്രിട്ടീഷുകാരനായ റോബർട്ട് ഫെലോ ജിഷോമായിരുന്നു വാസ്തുശില്പി. മുഗൾ, ഇറ്റാലിയൻ, ചൈനീസ്, കേരള എന്നീ ആർക്കിടെക്ചറിൻ്റെ ഒരു സമ്മിശ്രിതമായ മിശ്രിതമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 1880 പണി പൂർത്തിയായ പുതിയ ബിൽഡിങ്ങിന് അന്നത്തെ മദ്രാസ് ഗവർണർ ഫ്രാൻസിസ് നേപ്പിയറിനോടുള്ള ആദരസൂചകമായി മ്യൂസിയത്തിന് നാപ്പിയർ മ്യൂസിയം എന്ന പേരും നൽകി. വലിയ ഒരു ഉദ്യാനത്തിന് നടുവിലായി തലയെടുപ്പോടു കൂടിയാണ് നാപ്പിയർ മ്യൂസിയം ബിൽഡിംഗ് നിലകൊള്ളുന്നത്. മനോഹരമായ ഒരു വാട്ടർ ഫൗണ്ടനും നമുക്കിവിടെ കാണാം. ഇതിന് മുന്നിലെ എൻട്രൻസ് വഴിയാണ് ഉള്ളിലേക്ക് കടക്കുന്നത്. ഇതിന് മുന്നിലായി തന്നെ മാർബിളിൽ കൊത്തിയ 2 മനോഹരമായ ലയണിൻ്റെ രൂപവും നമുക്ക് കാണാൻ സാധിക്കും. ഉള്ളിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് വേലുത്തമ്പി ദളവയുടെ ഒരു ഉടവാളാണ്. ഡൽഹിയിലെ നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന ഈ ഉടവാൾ 2010 ഇവിടേക്ക് കൊണ്ടുവന്നത്. ഒരു ഭാഗത്ത് മുഴുവനും 12, 14, 15 സെഞ്ചുറികളിലെ തടിയിൽ തീർത്ത വിഗ്രഹങ്ങളും വേറൊരു ഭാഗത്ത് വെങ്കല ശില്പങ്ങളും മറ്റൊരു ഭാഗത്ത് സ്റ്റോണിൽ കൊത്തിയ ശില്പങ്ങളുമാണുള്ളത്. നിരവധി കൊത്തുപണികളോടുകൂടിയ പുഷ്പക വിമാനവും ഒരു തടിയിൽ തീർത്ത രഥവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഭാഗത്ത് പഴയകാല നാണയങ്ങളുടെ ശേഖരണവും അതിൻ്റെ വിവരണവും നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം കാറ്റും വെളിച്ചവും കടന്നു വരുന്ന രീതിയിൽ പല തട്ടിലായാണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. 2 നിലകളോട് കൂടിയ ഈ മനോഹരമായ നിർമ്മിതിയാണ് ഇത്. ചിത്തിര തിരുനാൾ മഹാരാജ ഉപയോഗിച്ചിരുന്ന രഥമാണ് ഇത്. പുണ്യസ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച മണ്ണ് കൊണ്ടാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ചിത്രമാണിത്. മ്യൂസിയം ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗത്തായി ഒരു ബീരങ്കിക്കുഴലും നമുക്ക് കാണാൻ സാധിക്കും. ലൈറ്റപ്പ് ചെയ്ത് മനോഹരമായി സംരക്ഷിച്ചിരിക്കുന്ന നാപ്പിയർ മ്യൂസിയം രാത്രിയായാൽ വേറിട്ട ഒരു കാഴ്ച ഭംഗി നൽകുന്നു.